നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഈ കാട്ടാൽ പുസ്തകമേളയ്ക്ക് അതിൻ്റെതായ ഒരു ഐഡന്റിറ്റി കേരളത്തിൻ്റെ സാംസ്കാരിക സാഹിത്യ മേഖലയിൽ മണ്ഡലങ്ങളിൽ ഉണ്ട്. അത് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളവും പുറത്തും ഉള്ള മലയാളികൾ വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെ അംഗീകരിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. 2011 മുതൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയൊരു സാംസ്കാരിക മുന്നേറ്റമാണിത്. ഈ കാട്ടാൽ പുസ്തകമേള വരുന്നതിന് മുമ്പും അതിനുശേഷവും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ധാരാളം സാംസ്കാരിക ഉത്സവങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ കാട്ടാൽ പുസ്തകമേള വന്നതിന് ശേഷം വലിയൊരു മാറ്റം കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ വലിയ തോതിൽ ഗ്രാമീണ മേഖലകളിൽ വലിയ സാംസ്കാരിക ഉത്സവങ്ങൾക്ക് പ്രചോദനമാകാൻ ഇടയാക്കിയ ഒരു സാംസ്കാരിക മുന്നേറ്റമാണ് നമ്മൾ കാട്ടാക്കടയിൽ നിന്ന് നടത്തുന്ന ഈ കാട്ടാൽ പുസ്തകമേള. മറ്റു മേളകൾക്കില്ലാത്ത ഒരു സവിശേഷത, ഈ കാട്ടാൽ പുസ്തകമേള ഒരേ സമയം പുസ്തക ഉത്സവമാണ്, അതേസമയം ഗ്രാമോത്സവമാണ്, അതേസമയം സാംസ്കാരിക മേളയാണ്, അതേസമയം സാഹിത്യോത്സവവുമാണ്. അപ്പോൾ എല്ലാ തരത്തിലുള്ള സാംസ്കാരിക ഘടകങ്ങളെയും കോർത്തിണക്കിക്കൊണ്ട് കേരളത്തിൽ നടക്കുന്ന ഏറ്റവും ബൃഹത്തായ സമഗ്രതയുള്ള ഒരു പുസ്തകമേളയാണ് നമ്മുടെ കാട്ടാൽ പുസ്തകമേള. അതുകൊണ്ട് തന്നെ ഈ മേളകളെ സംബന്ധിച്ച് നടക്കുന്ന പല ചർച്ചകളിലും ഏറ്റവും പ്രധാനമായും തിരിച്ചറിയപ്പെടുന്ന മേളകളിൽ ഒന്നായി നമുക്ക് നമ്മുടെ കാട്ടാൽ പുസ്തകമേളയെ വളർത്തിയെടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന് ഇവിടുത്തെ പുരോഗമന ജനാധിപത്യ പ്രസ്ഥാനത്തിലും ഇവിടുത്തെ സാംസ്കാരിക പ്രവർത്തനം നടത്തുന്ന ചെറുപ്പക്കാർക്കുമൊക്കെ അഭിമാനിക്കാവുന്ന അവസ്ഥയാണുള്ളത്. ഈ വർഷത്തെ പുസ്തകമേള കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിരുന്നതിനേക്കാൾ പൂർവാധികം ഗംഭീരവും ഭംഗിയുമായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ഓരോ വർഷക്കാലവും നമ്മുടെ മേള വ്യത്യസ്തമായ തലങ്ങളിലേക്ക് കയറിപ്പോകും. നമ്മുടെ പുസ്തകമേളയുടെ പരിസരം നമ്മൾ ആദ്യം വിപുലമാക്കി വലുതാക്കി, പിന്നെ പുസ്തകമേളയുടെ സമയം ദൈർഘ്യം കൂട്ടി, പുസ്തകമേളയുടെ വൈവിധ്യം നമ്മൾ വർദ്ധിപ്പിച്ചു. ഈ വർഷവും അങ്ങനെ തന്നെ. ഇന്നലെ വരെ ഉണ്ടായിരുന്ന മേളകളെക്കാൾ അതിഗംഭീരമായ രീതിയിൽ ശാസ്ത്രീയമായും ആസൂത്രിതവുമായി ആവിഷ്കരിച്ച ഒരു മേളയാണ് 22-ാം തീയതി മുതൽ ഔദ്യോഗികമായി തുടക്കം കുറിച്ചിരിക്കുന്നത് എന്ന് അറിയിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷം. കഴിഞ്ഞ വർഷങ്ങളിൽ കാട്ടാക്കടയിൽ വന്ന് സാംസ്കാരിക സാന്നിധ്യം അടയാളപ്പെടുത്തുകയും അവരവരുടേതായ വ്യത്യസ്ത മേഖലകളെ സംബന്ധിച്ച നല്ല വർത്തമാനവും അടയാളപ്പെടുത്തലും നടത്തിപ്പോവുകയും ചെയ്ത സാംസ്കാരിക പ്രവർത്തകരെല്ലാം നമുക്കറിയാം. അവരിൽ നിന്ന് വളരെ വ്യത്യസ്തരായിട്ടുള്ള എന്നാൽ വളരെ കൂടുതൽ സാംസ്കാരിക നായകർ ഈ മേളയിൽ എല്ലാ ദിവസവും സംബന്ധിക്കുന്നുണ്ട്. നമ്മൾ നോട്ടീസിൽ പറയുന്നതിൽ ഉപരിയുള്ള ആളുകളും ഉണ്ടാകും. എന്നാലും ആലങ്കോട് ലീലാകൃഷ്ണൻ വരുന്നുണ്ട്, സമദാനി MP വരുന്നുണ്ട്. സമദാനി MP-യുടെ കാര്യം ഈ നോട്ടീസ് വന്നിട്ടില്ല. ഇതിന്റെ സമഗ്രമായ നോട്ടീസ് ഉച്ചയ്ക്ക് നിങ്ങൾക്ക് എത്തും. ഇത് നമുക്ക് നമ്മളെ മേളയെ സംബന്ധിച്ചൊരു ധാരണ മറ്റുള്ളവർക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ആദ്യം ഉണ്ടാക്കിയ ബ്രോഷറാണ് നിങ്ങളുടെ കയ്യിൽ എത്തിയിരിക്കുന്നത്. നോട്ടീസ്, ഈ ബ്രോഷറിനുപരിയുള്ള നോട്ടീസ് ഒന്ന് ഉച്ചയ്ക്ക് ദയവായി നിങ്ങളുടെ എല്ലാ ഓഫീസിൽ എത്തും. അപ്പോൾ സമദാനി MP ഉണ്ട്. അതുപോലെ തന്നെ കേരളത്തിന്റെ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിയാകും എന്നിപ്പോൾ നമ്മൾ കരുതുന്ന പ്രിയപ്പെട്ട CP ജോൺ ഉണ്ടാവും. ഒപ്പം കേരളത്തിലെ വിവിധങ്ങളായ മേഖലകളിലെ മൈത്രേയനെ പോലുള്ള, സുനിൽ P ഇളയിടത്തെ പോലുള്ള, ഡോക്ടർ ശ്യാംകുമാറിനെ പോലെയുള്ള വിവിധ മേഖലകളെ കേരളത്തെ ഊർജ്ജസ്വലമായി നിലനിർത്താൻ ഇടയാക്കുന്ന ഫാസിസം കേരളത്തിന്റെ ശരീരത്തിലേക്ക് കടന്നു വരുന്നതിനെ അവരവരുടെ കോണിൽ നിന്നുകൊണ്ട് ശക്തമായി പ്രതിരോധിക്കുന്ന കേരളത്തിന്റെ സാംസ്കാരിക അവശേഷിപ്പുകളിലെ പില്ലറുകളായി കണക്കാക്കുന്ന പ്രഭാഷകർ നമ്മുടെ മേളയിൽ വന്നു പോകുന്നുണ്ട്. അതാണ് കാട്ടാൽ പുസ്തകമേളയിൽ പങ്കെടുത്തുകൊണ്ട് ഇന്നയാൾ കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തെ, മതത്തെ സംബന്ധിച്ച്, ജാതിയെ സംബന്ധിച്ച്, വർഗീയതയെ സംബന്ധിച്ച്, വിഭാഗീയതയെ സംബന്ധിച്ച്, സ്ത്രീ സമത്വത്തെ സംബന്ധിച്ച്, കലയെ സംബന്ധിച്ചെല്ലാം ഇന്ന വർത്തമാനങ്ങളിലൂടെ കടന്നുപോയി എന്ന കാര്യം ലോകത്തെ അറിയിക്കുന്ന തരത്തിലേക്കുള്ള ഒരു ദിശാബോധമുള്ള ഒരു മാധ്യമ റിപ്പോർട്ടിംഗ് ആഗ്രഹിക്കുന്നു ഞങ്ങൾ പ്രിയപ്പെട്ടവർ. കാട്ടാൽ പുസ്തകമേളയുടെ 10 ദിവസങ്ങളിലും നമുക്ക് കുടുംബസമേതം വന്ന് സന്തോഷകരമായി ഒരുമിച്ച് ഇടപെടാനുള്ള തരത്തിൽ ഉള്ള കലാ
പരിപാടികൾ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോട്ടീസിലൂടെ കടന്നു പോകുമ്പോൾ അത് മനസ്സിലാകും. പക്ഷെ ഒരു കാലത്ത് കാട്ടാക്കട എന്ന് കേൾക്കുമ്പോൾ അതിൽ കലയോ സാഹിത്യമോ ഒന്നും ഉണ്ടെന്ന് ജനത്തിന് അറിയില്ലായിരുന്നു. ഒരു കാലത്ത് കാട്ടാക്കട എന്ന് കേൾക്കുമ്പോൾ വേറൊരു രീതിയിൽ കണ്ടിരുന്ന ഒരു അപരിഷ്കൃത ജനം തിരുവനന്തപുരം നഗരത്തിൽ ഉണ്ടായിരുന്നു. അപരിഷ്കൃതർ അവരിപ്പം മാറിയിട്ടുണ്ട്, പരിഷ്കാരമുള്ളവരായി മാറി. ഒരു ലോകം മുഴുവൻ കണ്ടു തുടങ്ങി. അവർ ഈ എന്താ രാജാവിനെയും സെക്രട്ടേറിയറ്റിനെയും പിന്നെ ഒക്കെ കണ്ടു മാത്രം വളർന്ന അപരിഷ്കൃതമായ മനുഷ്യർ പണ്ടുണ്ടായിരുന്നു തിരുവനന്തപുരം നഗരത്തിൽ. അവർ കാട്ടാക്കട എന്ന് കേട്ടാൽ അവർക്ക് അറിയില്ലായിരുന്നു കാട്ടാക്കടയിൽ ദിവാരൻ ഉണ്ടെന്നോ കാട്ടാക്കട ഇത്രയും സമൃദ്ധമാണെന്നോ അവർക്കറിയാം. അത് അറിയിച്ചു കൊടുക്കാനൊക്കെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് നന്നായിട്ട്. അന്ന് അതിന് നമ്മൾ ഇടയാക്കിയിട്ടുള്ള കാട്ടാക്കട ദിവാരൻ എന്ന് പറയുന്ന നമ്മുടെ എല്ലാം പൂർവ്വ പിതാമകനായിട്ടുള്ള എഴുത്തുകാരൻ, അദ്ദേഹത്തിന്റെ ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടി നമ്മൾ ഈ വർഷവും കാട്ടാക്കട ദിവാകരൻ അവാർഡ് നൽകുന്നുണ്ട്. അത് സംഗീത രംഗത്ത് തന്നെ നിലനിർത്തുന്നതിന് നല്ല സംഭാവന നൽകിയ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട അനുജനായിട്ടുള്ള വിജയ് കരുണിനാണ് ഈ വർഷത്തെ അവാർഡ് കൊടുത്തിരിക്കുന്നതെന്ന് നമുക്കറിയാം. അത് കാട്ടാക്കട പ്രേംകുമാർ എന്ന് പറയുന്ന അനശ്വരനായ കലാകാരൻ, ഒരു കാലത്ത് ആകാശവാണിയുടെ ശബ്ദമായിരുന്ന ഈ കാട്ടാക്കടയിൽ നിന്ന് ഒരു സെലിബ്രിറ്റി ഗ്ലാമർ ഉണ്ടായിരുന്ന ആദ്യത്തെ കലാകാരന്മാരിൽ ഒരാളാണ് ഈ കാട്ടാക്കട പ്രേംകുമാർ. അദ്ദേഹത്തിന്റെ പേരിൽ കൊടുക്കുന്ന ഈ വർഷത്തെ കാട്ടാക്കട പ്രേംകുമാർ അവാർഡ് എന്ന് പറയുന്നത് ഊരുട്ടമലം ബാലകൃഷ്ണൻ എന്ന് പറയുന്ന എഴുത്തുകാരനാണ് കൊടുക്കുന്നത്. ഒപ്പം നമ്മൾ എല്ലാ വർഷവും പ്രസ്റ്റീജിയസ് ആയിട്ട് കൊടുക്കുന്ന കാട്ടാൽ പുരസ്കാരം, പല കാലങ്ങളിൽ നമ്മൾ കേരളത്തിന്റെ ഐക്കണുകൾക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക മേഖലയിലുള്ള ആളിനല്ല കാട്ടാൽ പുരസ്കാരം കൊടുക്കുന്നത്. പ്രത്യേകിച്ച് സാഹിത്യത്തിന് നൽകുന്ന സംഭാവന മാത്രം നിലനിർത്തിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മേഖലയല്ല, ഈ അതാത് കാലഘട്ടത്തിലെ അതാത് സമൂഹത്തിനെ ഉണർത്തുന്ന ഐക്കണുകളെ കണ്ടെത്തി അവർക്കാണ് നമ്മൾ കാട്ടാൽ പുരസ്കാരം നൽകുന്നത്. അങ്ങനെയാണ് MD ക്ക് നൽകിയത്, അങ്ങനെയാണ് മഞ്ജു വാര്യർക്ക് നൽകിയത്, അങ്ങനെയാണ് KS ചിത്രയ്ക്ക് നൽകിയത്. അങ്ങനെയാണ് ഇപ്പോൾ ഈ വർഷം മലയാള ഭാഷയെ റാപ്പ് സംഗീതത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തുന്നതിന് നിസ്തുലമായ സംഭാവന നൽകിയ കിരൺദാസ് മുരളി എന്ന വേടൻ എന്ന കലാകാരനെ കേരളത്തിന്റെ 4 അതിർവരമ്പുകളിൽ മാത്രമല്ല ലോകോത്തരമായി വരുന്ന ഏത് മാറ്റത്തിനോടും അനുഗുണമായി നിൽക്കാൻ പറ്റുന്ന ഒരു ഫോക്ലോർ കല, ഏത് റാപ്പിലെയും കൊരുത്താൻ പറ്റുന്ന ഫോക്ലോർ നമുക്കുണ്ടെന്ന് ലോകം മുഴുവൻ കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞ, ലോക സംഗീതത്തിൽ റാപ്പ് മ്യൂസിക്കിൽ കേരളത്തെ അടയാളപ്പെടുത്തിയ, മലയാള ഭാഷയെ അടയാളപ്പെടുത്തിയ പ്രതിഭാശാലിയായ കിരൺദാസ് മുരളിക്കാണ് ഈ വർഷത്തെ കാട്ടാൽ പുരസ്കാരം നൽകുന്നത്. അത് നടക്കുന്നത് 22-ാം തീയതിയാണ്. തീർച്ചയായും അത് ആലങ്കോട് ലീലാകൃഷ്ണനായിരിക്കും അത് അദ്ദേഹത്തിന് സമർപ്പിക്കുന്നത്. മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുള്ള വലിയ ശാസ്ത്രീയമായ ഒരു ഭരണ സംവിധാന ക്രമമാണ്. അതിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ കയറി ഇറങ്ങും. അതൊന്നും കാട്ടാൽ പുസ്തകമേളയെ ബാധിക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. കാട്ടാൽ പുസ്തകമേള എന്ന് പറയുന്നത് കാട്ടാക്കടയുടെ ആരോഗ്യകരമായ സാംസ്കാരിക ശരീരമാണ് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ്. അത് അങ്ങനെ തന്നെ സംഭവിക്കും. അതിനുവേണ്ടിയുള്ള എല്ലാ നന്മകളും നിങ്ങളുടെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കുകയാണ് ഞങ്ങൾ പ്രിയപ്പെട്ടവർ. എല്ലാ മേഖലയിലും പെട്ട ആൾക്കാർ ഇതിനകത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നവരെ കൂടി നമ്മൾ അവസാനം ഒരു വാക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. അത് ചിലപ്പോൾ അത് വളരെ ചെറിയ കാര്യമാണ്, അത് നമുക്ക് ചെയ്യാം. അത് ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ട്, ക്ഷമിക്കണം, അത് ചെയ്യും. അതിന് ഉപരിയായി നമ്മുടെ ഈ മേളയുടെ യഥാർത്ഥ ശക്തി എന്ന് പറയുന്നത് മാധ്യമ പ്രവർത്തകരാണ് ഞങ്ങളെ. എങ്കിലും ഞാൻ പറയാണ്, ഈ മാധ്യമ പ്രവർത്തകർ നടത്തുന്ന ഗംഭീരമായ ഒരു ഇതുണ്ട്. അതിൽ ഈ മേളയുടെ തന്നെ ഒരു ഭാഗമായി പോസ്റ്റ് ചെയ്യപ്പെടണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സജഷൻ ഉണ്ടോ എന്നുള്ളതാണ്. ഞാനൊരു സജഷൻ പറഞ്ഞാലേ ഞങ്ങളെ കൊണ്ട് കഴിയുമെന്ന് അറിയില്ല. ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം, ഏറ്റവും നല്ല റിപ്പോർട്ടിങ്ങിനുള്ള അവാർഡ് നൽകുക എന്ന് വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയും. വലിയൊരു തുകയൊന്നും ഞങ്ങളെ സംബന്ധിച്ച് ഈ വർഷം നടക്കൂല, പക്ഷെ ഒരു നല്ല ആദരവ് തരാൻ ഞങ്ങൾക്ക് കഴിയും. അപ്പൊ ഈ വർഷം ഉറപ്പായിട്ടും ഞങ്ങൾ ഈ വർഷം അത് അടുത്ത നോട്ടീസ് ഇപ്പൊ ആ നോട്ടീസ് ഇറങ്ങും. ഇനി പറഞ്ഞ ഓരോ ദിവസത്തെയും നോട്ടീസ് വരും. അപ്പൊ ഞങ്ങൾ അത് പ്രസിദ്ധീകരിക്കും. അതായത് നമ്മുടെ മേളയെ കവർ ചെയ്യുകയും നമ്മുടെ മേളയെ ലോകോത്തരമാക്കി മാറ്റിക്കൊണ്ട് എത്രയോ കാലമായി നിൽക്കുന്ന നമ്മുടെ മാധ്യമ പ്രവർത്തകരിൽ നിന്ന് എല്ലാവരും കൊള്ളായിരിക്കും, പക്ഷെ അതിൽ ഏറ്റവും നന്നായി കവറേജ് കൊടുത്ത, ഏറ്റവും നല്ല കവറേജ് കൊടുത്ത മാധ്യമ സ്ഥാപനത്തിനും, ഏറ്റവും നല്ല റിപ്പോർട്ട് നടത്തിയ റിപ്പോർട്ടർക്കും, ഏറ്റവും നല്ല ദൃശ്യങ്ങൾ പകർത്തി നൽകിയ ക്യാമറമാനും, ഏറ്റവും മനോഹരമായ കവർ ചെയ്ത ചാനലിനും, നമുക്ക് ചാനൽസ് ഉണ്ട് നമ്മുടെ ഇവിടെ ധാരാളം. മീഡിയ ഏറ്റവും മികച്ചത് ഒന്ന്, ഏറ്റവും മികച്ച ദൃശ്യമാധ്യമം, ഏറ്റവും മികച്ച ലേഖകൻ, പത്രലേഖകൻ, ഏറ്റവും മികച്ച ദൃശ്യലേഖകൻ,
അത് ഏറ്റവും മികച്ച ഫോട്ടോഗ്രാഫർ, അത് രണ്ടിലും വേണം. ഫോട്ടോഗ്രാഫർ എന്തായാലും ഇതില്, വീഡിയോഗ്രാഫർ അതിലും. ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി. പിന്നെ ഓൺലൈൻ മാധ്യമങ്ങളുണ്ട് സർ. അത് പറയട്ടെ. അപ്പൊ ഞാൻ പറയട്ടെ, ഇത് ഇത്രയും നമുക്ക് ഇപ്പൊ ഈ വർഷം തുടങ്ങാം. പിന്നെ ഏറ്റവും നല്ല ഓൺലൈൻ മീഡിയത്തിന് ഒന്ന് ഈ വർഷം ഒരെണ്ണം വയ്ക്കാം. അത് മതി. നല്ല കവറേജ് നടത്തിയ മീഡിയ, സോഷ്യൽ മീഡിയ, ഒറ്റ സോഷ്യൽ മീഡിയക്ക് ഓക്കെ. ഇത്രയും ഞങ്ങൾ ഈ വർഷം തുടങ്ങും. അടുത്ത വർഷങ്ങളിൽ നമുക്ക് വീണ്ടും അതിനെ വിപുലീകരിക്കാം.